മൈ സ്വീറ്റ് ആർട്സ് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ആക്ച്വലി നമ്മൾ 2 ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഫോൺ കുറച്ച് കംപ്ലൈന്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. ഇന്നോട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട്, കാരണം നമ്മൾ ഫോണിലല്ലേ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്, ക്യാമറ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിന്റെ അടുത്തേത് നിങ്ങൾ സ്കിൻ കെയർ ചലഞ്ചിൽ അതുപോലെ ആ ഒരു ഓയിലും ഒക്കെ ഫോളോ ചെയ്ത് വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്, എങ്ങനെയാണ് നമ്മൾ ബ്ലീച്ച് നമ്മുടെ ഫേസിൽ ആക്ച്വലി നമ്മൾ ഇങ്ങനെ കെമിക്കലായിട്ട് ബ്ലീച്ചസ് ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ ബ്ലീച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഡാമേജസ് ഉണ്ടാകും. നമ്മുടെ സ്കിന്നിന് നമ്മൾ ഇടുന്ന സമയത്ത് നല്ല ഒരു ഫെയർനെസ് ഒക്കെ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഫേസ് ഡള്ളായിട്ട് ഒരുമാതിരി ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഫേസിൽ വരുന്നത് പോലെ തോന്നും. നാച്ചുറൽ ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഒരു എന്താ പറയുന്നത് ബ്ലീച്ചിങ് പാക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വളരെ ഈസിയാണ്. 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസമോ ഈ പാക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലപോലെ ഒരു മോയ്സ്ചറൈസർക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് നല്ല ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് കിട്ടുകയും ചെയ്യും. അതേസമയം തന്നെ നമ്മുടെ സ്കിന്നിന്റെ സ്റ്റൈൽ ഒക്കെ മാറി സ്കിന്നൊന്ന് ടൈറ്റൻ ആകാൻ ചെയ്യാനും സഹായിക്കുന്ന ഒരു പാക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതൊരു സ്കിൻ കെയർ ചലഞ്ചാണ്. നമ്മുടെ എല്ലാ വീഡിയോസും നമ്മുടെ പ്ലേലിസ്റ്റിൽ സ്കിൻ കെയർ ചലഞ്ച് 1 എന്നുള്ളൊരു ഹെഡിങ്ങിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് കണ്ടിട്ട് ആദ്യം മുതൽ ഫോളോ ചെയ്യുക. സ്കിന്നിന് നമ്മൾ കറക്റ്റായിട്ട് റെഗുലറായിട്ട് ഒരു കെയർ കൊടുത്താൽ മാത്രമേ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കരുത്. കുറച്ച് പതുക്കെ നമ്മൾ നാച്ചുറൽ ആയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പതുക്കെ ചെയ്ത് വേണം സ്കിന്നിന് നല്ല ഒരു ബ്രൈറ്റ്നെസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഓക്കെ, വെളുക്കുക എന്നതിനെക്കാട്ടിലും ഫേസിന് നല്ലൊരു ഗ്ലോ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ ആദ്യം നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് പോയി എങ്ങനെയാണ് ഈ പാക്ക് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം ഞാൻ പറയാം. അപ്പോൾ മുട്ടയുടെ വെള്ള വേണം, കോൺഫ്ലവർ വേണം. ഇത് 2 മാത്രം മതി, വേറെ ഒന്നും ഇതിനകത്ത് ആവശ്യമില്ല. ഇപ്പോൾ ഒരു മുട്ടയുടെ വെള്ള എടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ. ഓക്കെ, നമ്മൾ കോൺഫ്ലവർ എന്ന് പറയുന്നത് നമ്മുടെ ചോളം പൊടിച്ചത് തന്നെയാണ് കോൺഫ്ലവർ എന്ന് പറയുന്നത്. അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മുട്ടയുടെ വെള്ളയും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്ത് ഒരു നല്ലൊരു പേസ്റ്റ് ഫോമിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ നമ്മുടെ ഫേസിന്റെ മുകളിലോട്ട് വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ എന്താ മോളുടെ മുഖത്തിലിട്ട് കാണിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ചെറിയ കുട്ടികൾക്ക് പോലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. 15 വയസ്സുള്ള കുട്ടിയായിരുന്നാലും ശരി, ഇത് നല്ലപോലെ അപ്ലൈ ചെയ്യാം. ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനും നമ്മുടെ ആ പിമ്പിൾ വന്ന മാർക്കുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കും. അവർക്ക് ചെറുതായിട്ട് പിമ്പിൾസ് വരുന്നുണ്ട്. അപ്പോൾ ആ പിമ്പിൾസിൻ്റെ ഒക്കെ പാടുകളൊക്കെ ഈ ഒരു ഏജിൽ വരുന്നതാണ്. അത് വലിയൊരു പ്രശ്നമാക്കി എടുക്കുകയൊന്നും വേണ്ട. എങ്കിലും നമുക്ക് അതുപോലെ തന്നെ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല രീതിയിൽ തേച്ച് ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഒരു കോട്ട് ഇട്ടതിന് ശേഷം മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് വലിയും. അപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു കോട്ടും കൂടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കഴുത്ത് മറക്കരുത്, കഴുത്തിനും കൂടെ ചേർത്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് നോർമൽ വാട്ടറിൽ, ചൂടുവെള്ളമൊന്നും വേണമെന്നില്ല, നോർമൽ തണുത്ത വെള്ളത്തിൽ തന്നെ നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പമാണ്. കോൺഫ്ലവർ എന്ന് പറയുന്നത് നമുക്ക് കടകളിൽ എല്ലാം വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ്. സ്കിന്നിന് അങ്ങനെ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു സംഭവമൊന്നും അല്ല കോൺഫ്ലവർ. കോൺഫ്ലവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോളത്തിന്റെ പൊടി തന്നെയാണ്. അത് നല്ലപോലെ ഒരു സ്കിൻ ബ്രൈറ്റനിങ് കൊടുക്കാനായിട്ട് സഹായിക്കും. ബ്ലീച്ചിന്റെ അതേ എഫക്റ്റ്. കാരണം ചിലരൊക്കെ ഈ ബേക്കിംഗ് സോഡയൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഒരിക്കലും ബേക്കിംഗ് സോഡയൊന്നും ഫേസിൽ അപ്ലൈ ചെയ്യരുത്. ഇതേ പാക്ക് തന്നെ ഞാൻ പറഞ്ഞതുപോലെ ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവരാണെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ലെമൺ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട്, ഞാൻ ആരുടെയോ കമന്റ് വായിച്ചു, ഇതൊന്നും മുഖത്ത് കഴിക്കരുത്, മുഖമൊക്കെ പൊള്ളിപ്പോകുന്നു. ഒരിക്കലും അല്ല. ലെമൺ ഫേസിന് വളരെ നല്ലതാണ്, പക്ഷേ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കരുത്. ഓരോന്നും ഉപയോഗിക്കുന്നതിന് അതിൻ്റെതായ രീതികളുണ്ട്. അപ്പോൾ ഇതിൽ നല്ല ആക്നെ പ്രോണൊക്കെ ഉള്ളവരാണ്, നല്ല ഫേസിൽ പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ആ ഒരു ആക്നെക്ക് കൂടെ ഒരു അടക്കം കിട്ടാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മളെ ബീട്രൂട്ടിന്റെ ഐസ് ക്യൂബ്സ് ഒക്കെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഐസ് ക്യൂബ്സ് ഒക്കെ ഡെയിലി രാവിലെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മുഖത്തിന്റെ പോർസ് ഒക്കെ അടഞ്ഞിട്ട് മുഖം നല്ലൊരു ക്ലിയർ ആകാൻ വേണ്ടിയിട്ടും പിമ്പിൾസ് അധികമായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിരുന്നു ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മുടെ ഫേസിനെയും നമ്മുടെ കഴുത്ത്, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കഴുത്തിനെ അവോയ്ഡ് ചെയ്യരുത്. എപ്പോഴും പാക്ക് ഇടുമ്പോൾ കഴുത്തിലും കൂടെ ചേർത്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.